വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുക്കടലിലുള്ള പാകിസ്ഥാനിൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ മുഖം തിരിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാണ്. ഇന്ത്യയിൽ നിന്ന് അവശ്യ മരുന്നുകൾ, രാസവസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കോഴിത്തീറ്റ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിലച്ചതിനാൽ ഇവയ്ക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഇത് സാധാരണ പാകിസ്ഥാനികളുടെ ദൈനംദിന ജീവിതം കൂടുതൽ വഷളാക്കുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ ഇറക്കുമതി ഏകദേശം $304.93 ദശലക്ഷം ഡോളറിൻ്റെതായിരുന്നു. ഇറക്കുമതിയിൽ പ്രധാനമായും ജൈവ രാസവസ്തുക്കളും ഔഷധ ഉൽപ്പന്നങ്ങളുമാണ്. രാജ്യത്ത് മരുന്നുകൾക്ക് വലിയ ക്ഷാമം അനുഭവപ്പെടുന്നതായും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. യുദ്ധത്തിലൂടെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി അതിദയനീയമാണ്. വിദേശ നാണ്യശേഖരം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ്. പുതിയ സാഹചര്യത്തിൽ പാക് ഓഹരി വിപണികളിലെ തകർച്ച ഇന്നലെയും തുടർന്നു. പാക് കറൻസിയുടെ മൂല്യം ഓരോ ദിവസം ചെല്ലുന്തോറും ഇടിയുകയാണ്. ഭീകരവാദം തകർത്ത അഫ്ഗാനിസ്ഥാന്റെ കറൻസിയേക്കാൾ പിന്നിലാണ് പാക് കറൻസിയുടെ മൂല്യം. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ കറൻസികൾക്കും താഴെയാണ് പാക് കറൻസി. US ഡോളറുമായി പാകിസ്ഥാന്റെ കറൻസിയുടെ വിനിമയ മൂല്യം 306.33 ആണ്. അതായത് ഒരു US ഡോളർ വാങ്ങാൻ 307 പാകിസ്ഥാൻ രൂപ കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ഇത് 85 രൂപയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും ആഭ്യന്തര കലാപങ്ങളും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. കഴിഞ്ഞ മാർച്ചിൽ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാൻ $200 കോടി വായ്പ അനുവദിച്ചിരുന്നു. 3 പതിറ്റാണ്ടിനിടെ ആദ്യമായി പണപ്പെരുപ്പം 0.7% കുറഞ്ഞിരുന്നു. പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നിച്ചെടുത്താണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതും ഇതിൽ പാക് പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടന്നതും. വിലക്കയറ്റം വീണ്ടും പിടിവിട്ടുയരാൻ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അരി, പച്ചക്കറി, പഴം, ചിക്കൻ എന്നിവയുടെ വില അതിവേഗം കുതിക്കുകയാണ്. 1 കിലോ അരിയുടെ വില കറാച്ചിയിലെയും ലാഹോറിലെയും മാർക്കറ്റുകളിൽ 340 രൂപയ്ക്ക് മുകളിലായി. 1 കിലോ കോഴിയിറച്ചിക്ക് കൊടുക്കേണ്ടത് 800 രൂപയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് കുറഞ്ഞാൽ കൃഷിയിൽ നിന്നുള്ള വരുമാനവും ഇടിയും. പാകിസ്ഥാന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കാണുള്ളത്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദീജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചതിനാൽ കാർഷിക മേഖലയായ വടക്കൻ പാകിസ്ഥാനിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ വർഷം പാകിസ്ഥാനിലെ 1 കോടിയിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പട്ടിണിയും നേരിടേണ്ടി വരുമെന്ന് ലോകബാങ്കിന്റെ സമീപകാല റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥ നെല്ല്, ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. വിലക്കയറ്റവും പട്ടിണിയും കാരണം ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷി സർക്കാർ കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതും ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതും. ഈ ഭരണവിരുദ്ധ വികാരത്തെ ഇന്ത്യാവിരുദ്ധ വികാരം മുതലെടുത്ത് മറികടക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കില്ലെന്ന് സർക്കാരിന് നന്നായി അറിയാമെങ്കിലും അനുദിനം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയും അണികളെ ഇളക്കിവിട്ടും പാക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന സർക്കാർ മുന്നോട്ടു പോവുകയാണ്.